ഇതുവരെ നിങ്ങൾ കാണാത്ത ചില സെഗ്മെൻറ്റുകളും ചില സർപ്രൈസുകളും ഒക്കെ ഈ പരിപാടിയിലുണ്ട്. അതിലൊന്നാണ് ആദ്യത്തെ സർപ്രൈസ് ബാൽക്കണി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം, ഈ ബാൽക്കണിയിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന ആളോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നതോ ഇവരാരും അറിഞ്ഞിട്ടില്ല. അതെനിക്കും എൻ്റെ പ്രൊഡ്യൂസർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഇവർക്കൊക്കെ ചങ്കിടിപ്പ് കൂടുകയാണ്. അങ്ങോട്ട് കൂടട്ടങ്ങനെ കൂടട്ടെ, കൂടട്ടങ്ങനെ കൂടട്ടെ. ഇത് ബാൽക്കണിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവർ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഇപ്പോൾ പ്രേക്ഷകർ ടെൻഷൻ അടിക്കുന്നില്ല, ഇപ്പോൾ ഇവർക്ക് ടെൻഷനാണ്. അപ്പോൾ ബാൽക്കണിയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് നോക്കുള്ളൂ, ആരുടെ അമ്മയാണ്? ഇത് രമണി കെ മേനോനാണ്. ഈ അമ്മ KR ഗോപികൃഷ്ണൻ എന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അമ്മയാണ്. ഗോപികൃഷ്ണൻ അറിഞ്ഞിട്ടില്ല അമ്മ ഇങ്ങനെ അതിഥിയായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയെ മോനെ ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ, അമ്മയെ കാണുന്നുണ്ട്. അപ്പം അമ്മ ഞങ്ങളെല്ലാവരെയും ഒന്നിച്ചമ്മ കാണുകയാണ്. അമ്മയ്ക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? ശരിക്കും ഞാൻ എല്ലാ പരിപാടിയും കാണാറുണ്ട്. ഇതും ഗോപി ഇന്നലെ പറഞ്ഞിരുന്നു, അമ്മ ഇന്നുണ്ട് 6 തൊട്ട് 9 വരെയാണ്. അപ്പം അത് കാണാൻ വേണ്ടി തയ്യാറാക്കുക എടുത്തതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അവർ വന്ന് പറഞ്ഞത്. ഗോപിയുടെ സംശയം അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടോ എന്നുള്ളതാ. അമ്മയ്ക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് എന്തിനാ ടെൻഷൻ? ടെൻഷൻ ഉണ്ട്, ചെറിയ ടെൻഷൻ ഉണ്ട്, കുഴപ്പമില്ല. അമ്മേ, ഗോപിയുടെ സഹോദരൻ കൃഷ്ണേന്ദ്രൻ അവിടെ കാണുന്നുണ്ടോ? കൃഷ്ണേന്ദ്രൻ അവിടെ എവിടെ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ ഉണ്ട്. ഗോപിക്ക് അമ്മയെ കണ്ട കൃഷ്ണേന്ദ്രനെ കൂടെ വിളിക്കണം അമ്മേ. നമുക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാം. ഗോപികൃഷ്ണന്റെ സഹോദരനാണ് ഈ കൃഷ്ണേന്ദ്രൻ എന്ന് പറയുന്ന ആള്. ഇവിടെ കുഴപ്പക്കാരൻ ഗോപികൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പ്രശ്നക്കാരല്ല. പറയില്ലല്ലേ? അപ്പൊ ഗോപിക്ക് ഇപ്പം ഗോപി സത്യസന്ധമായിട്ട് വേണം. അമ്മയെ സ്ക്രീനിൽ ഇപ്പൊ അപ്രതീക്ഷിതമായി കണ്ടു. ഗോപിക്ക് എന്താ തോന്നിയത്? എനിക്ക് അമ്മയെ കുറിച്ച് എപ്പോ ആലോചിക്കുമ്പോഴേ മനസ്സിൽ ഒരു സ്നേഹവും വിഷമവും എല്ലാം ആണ്. എന്നെ സംബന്ധിച്ച് എല്ലാം എൻ്റെ അമ്മയാണ്. അല്ല, ഞാൻ ചോദിച്ചതല്ല. അപ്പൊ പിന്നെ അമ്മയെ കാണുമ്പോ അമ്മ ഇപ്പൊ സ്ക്രീനിൽ കണ്ടു, ഓർക്കപ്പുറത്താണ് അമ്മയെ. ഒരിക്കലും അമ്മ ഇങ്ങനെ സ്ക്രീനിൽ വരുമെന്ന്, കാരണം ഇവിടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളും വാർത്താ പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നതിന്റെ മേധാവിയാണ് ഗോപികൃഷ്ണൻ. അപ്പൊ ഗോപികൃഷ്ണൻ അറിയാതെയാണ് അമ്മ വന്നിരിക്കുന്നത്. അതാണ് ഗോപികൃഷ്ണൻ. ഞാൻ അറിയാതെയോ എന്ന് ഞാൻ ഒരു പക്ഷേ ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയോടാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ ചോദിക്കും, ഇത് ആരോടാണ് ഈ രഹസ്യമായിട്ട് ഫോൺ ചെയ്യുന്നത്? വിജയകുമാർ അടക്കം ചോദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഗോപികൃഷ്ണൻ ഫോൺ ചെയ്യുന്നുണ്ടോ അമ്മേ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഫോണിൽ അമ്മ നമ്പർ സേവ് ചെയ്തേക്കുന്നത്. അതെ അതെ, എല്ലാ ദിവസവും വിളിക്കാറുണ്ട് എപ്പോഴും. ഒരു 10 മിനിറ്റ് ഒക്കെ അല്ലേ അമ്മ വിളിക്കാറുള്ളൂ? അപ്പൊ സാധാരണ വിളിക്കുമ്പോ ഈ ഡ്യൂറേഷൻ കുറവാണോ കൂടുതലാണോ അമ്മ വിളിക്കുമ്പോ? അവൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് മെസ്സേജ് വരും, അല്ലെങ്കിൽ ഇന്നലെ അമ്മ വളരെ സന്തോഷം പറയും. ഓക്കെ ഓക്കെ. പക്ഷേ അമ്മ ഇങ്ങനെ പെട്ടെന്ന് കണ്ടതാണെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് കാണുന്നില്ലല്ലേ? അമ്മയ്ക്കോ? അല്ല, മോന്റെ മുഖത്ത്. അല്ല, ഗോപിക്ക് അറിയത്തില്ലായിരുന്നു. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു തിളയ്ക്കുന്ന കടല. അമ്മയോട് എന്തെങ്കിലും ചോദിക്കുവോ? അല്ലല്ല, അമ്മയെ കാണുമ്പോ എക്സൈറ്റ്മെന്റ് അല്ലല്ലോ. അമ്മയെ കാണുമ്പോ എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെയല്ല, നമ്മൾ പറയാതെ പെട്ടെന്ന് കണ്ണു നിറഞ്ഞു. ഈ വേദിയിൽ എന്നോട് എന്ത് ചോദിക്കും ഇപ്പൊ? അമ്മയോടെ ഗോപിച്ചേട്ടൻ എന്ന് ചോദിക്കും ഇപ്പൊ? ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മയാണ് എന്റെ ദൈവം. അമ്മയാണ് ദൈവം എന്നാണ്. അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ എന്ന് വേണേ ഈ നമ്മുടെ പ്രജിൻസി കണ്ണം പാടുകയും ചെയ്തതിന്. അപ്പോൾ അമ്മയ്ക്ക് മകനോടുള്ള ഒരു ബന്ധം എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു അഭിപ്രായം എങ്ങനെയാ? ഈ ഗോപികൃഷ്ണൻ കൃത്യമായിട്ട് ജോലിയൊക്കെ എടുക്കുന്നത് തന്നെയാണോ അമ്മയുടെ അഭിപ്രായം? ഗോപികൃഷ്ണൻ പിന്നെ തീർച്ചയായിട്ടും
എല്ലാ കാര്യത്തിനും ഇങ്ങനെ മിടുക്കനാണ്. അഭിപ്രായം ഇല്ലെന്ന് തോന്നുന്നല്ലോ. അമ്മ വളരെ സന്തോഷം അമ്മ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. ഗോപികൃഷ്ണൻ ഒന്ന് നടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, പക്ഷെ നടുങ്ങിയെന്ന് സംശയമുണ്ട്. ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അമ്മ. അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രജിൻ, അമ്മയെ നമ്മൾ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ആ ലൈനില്ലേ, അമ്മയല്ലാതൊരു ദൈവമുണ്ട്. അറിയോ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിനും വലിയൊരു കോവിലുണ്ടോ? കോവിലുണ്ടോ? എന്ത് പാട്ടുകാരുടെ. തമിഴിലൊരു പാട്ടുണ്ടോ? ഓക്കെ, അമ്മായെ അത് മതി. അമ്മയ്ക്കൊരു ഇത്. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வழங்காத ഉയർവില്ലയേ. ഓക്കെ അമ്മ, വളരെ സന്തോഷം അമ്മ. അമ്മ ഇനി നമ്മളെ ഒരു ദിവസം നേരിട്ട് കാണും. പക്ഷെ കൃഷ്ണേന്ദ്രനെ കണ്ടില്ല. കൃഷ്ണേന്ദ്രൻ അവിടെ കടയിലെ കണ്ട് പോയിരിക്കാം. ഓക്കെ, താങ്ക് യു അമ്മ, താങ്ക് യു. അപ്പോൾ രമണി കെ മേനോൻ KR ഗോപികൃഷ്ണൻ്റെ അമ്മയാണ്. ഈ അമ്മയോടാണ് ഗോപികൃഷ്ണൻ ഒരുപാട് സംസാരിക്കുന്നത്. അതിൽ അസൂയ പൂണ്ട ഇവർ എപ്പോഴും മറ്റേതോ പെൺകുട്ടികളോട് സംസാരിക്കുകയാണെന്ന് സംശയം വെച്ച് വേറെ കണക്ഷൻ എടുക്കാമോ, ആ ഫോണിൽ സമാന്തര കണക്ഷൻ എടുക്കാമെന്ന് ഇവരെ ആലോചിച്ച കുരിശിത ബുദ്ധികളാണ് എനിക്ക് ഇരുവശം നിൽക്കുന്നത്. ഞാൻ ആ കുരുപ്പിൽ ചേർന്നിട്ടില്ല, പക്ഷെ ഞാനും ചേരുവോ എന്ന് എനിക്ക് സംശയമുണ്ട്.